ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ 2 മിനിറ്റ്. സർ, സംസാരിക്കാൻ അവസരം കിട്ടിയ നന്ദി പറയുന്നു സർ. ആദ്യമായി ഈ സർക്കാരിൻ്റെ പ്രമേയം ഞങ്ങളുടെ പാർട്ടി എതിർക്കുന്നു. ജനങ്ങളുടെ ഒരു അവകാശമാണ് വികസനം. വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി. അപ്പോൾ ഈ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണ്, മോശം ആണ്, കടലിൽ മുങ്ങുന്ന സ്ഥിതിയാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു വിവാദം ഉണ്ടാക്കാനോ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളത് പരിഹരിച്ചില്ലെങ്കിൽ, അതിലൊരു മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ, ഇവിടെ ഗവർണറിൻ്റെ അഡ്രസ്സിൽ പറഞ്ഞ കുറേ വാഗ്ദാനങ്ങൾ മധുര സ്വപ്നങ്ങളായിട്ട് നിൽക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു മാറ്റം ഈ സംസ്ഥാനത്തിൻ്റെ ഒരു ഞാൻ പറഞ്ഞ ഈ ഇക്കണോമിക് സ്ഥിതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അതൊരു നിസ്സാര കാര്യമല്ല. അതിൽ ഇന്ന് ഈ ധവളപത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സഭയിലൊരു ചർച്ച നടക്കണം. സർക്കാരിൻ്റെ രീതി എന്താണ്, പുതിയ തന്ത്രം എന്താണ്, കേരളത്തിൻ്റെ ഇക്കണോമിക് മോഡൽ എന്താണെന്ന് ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് മാത്രമേ നമുക്ക് ഭാവിയിൽ എന്ത് വികസനം ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഈ ധവളപത്രം ബഡ്ജറ്റിൻ്റെ സമയത്ത് ഒരു നല്ല ചർച്ച നടത്തണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്കൊരു വിശ്വാസം വരുള്ളൂ വികസനം ഇവിടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു. സർ, എനിക്ക് സമയം ഒരു അര മിനിറ്റ് കൂടി തരണം. രണ്ടാമത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 30% തൊഴിലില്ലായ്മ. ഇതിന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അവസരങ്ങൾ കൊണ്ടുവരും, തൊഴിൽ സൃഷ്ടിക്കും എന്ന് പറയുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമൊന്നുമല്ല. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ആധുനീകരണം കൊണ്ടുവരണം. അതുമാത്രമല്ല, നമ്മുടെ കോളേജ് ക്യാമ്പസസ് ഒരു അറിവും കുട്ടികളുടെ ഒരു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന കേന്ദ്രങ്ങളായി മാറണം. കഴിഞ്ഞ 9 കൊല്ലം 500 ക്യാമ്പസ് വയലൻസ് കേസസാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ക്യാമ്പസസ് രാഷ്ട്രീയ ആക്രമണവും ലഹരി കേന്ദ്രങ്ങളായിട്ട് മാറരുത്. കോളേജ് ക്യാമ്പസ് എല്ലാം നമ്മളെ കോളേജ് ക്യാമ്പസ് യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന, പഠിക്കുന്ന, അവരുടെ സ്വപ്നങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റണം. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് സർക്കാരിൻ്റെ നിലപാടിൽ ഇത് ആഡ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി സർ.